സത്യം പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരുടെ പ്രൊഫൈൽ തുറന്നാലും അതിലൊരു ഫോട്ടോ കാരിക്കേച്ചറെങ്കിലും ഉണ്ടാകും. ഫോട്ടോഗ്രാഫർമാർ, മാധ്യമപ്രവർത്തകർ, എഴുത്തുകാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, അങ്ങനെ എല്ലാതരം ആളുകളും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാരിക്കേച്ചർ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ ഭൂരിഭാഗം പേരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാകും. എന്തിന്? നിങ്ങളടക്കം ഇതിനോടകം സ്വന്തം കാരിക്കേച്ചർ ചിത്രം സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഗതി ചെയ്യുക എന്ന് അന്വേഷിച്ച് നടക്കുകയാകും. സംഗതി ഇതും എയുടെ പണിയാണ്. ChatGPT ആണ് കഥയിലെ നായകൻ. നിങ്ങളുടെ യഥാർത്ഥ ഫോട്ടോ ഫിൽട്ടറോ മറ്റ് എഡിറ്റിങ്ങോ ഉപയോഗിക്കാതെ AI വഴി കാരിക്കേച്ചറാക്കി മാറ്റാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാമെന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഫോട്ടോയും പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റും മതിയാകും. കാര്യം റെഡി. എന്നാൽ പിന്നെ നമുക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എന്തായാലും നോക്കാം. നമ്മുടെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും KB ഗണേഷ് കുമാറും VN വാസവനുമൊക്കെ ഇതിനോടകം ട്രെൻഡായി കഴിഞ്ഞു. പിന്നെ നമുക്കും കൂടി ഒന്ന് നോക്കിയാലെന്താ? അല്ലെങ്കിൽ ഈ ജെൻ ആൽഫ പിള്ളേർ വിചാരിക്കും നമുക്കിതൊന്നും അറിയാൻ പാടില്ലെന്ന്. സംഭവം സിമ്പിളാണ്. ആദ്യം നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ മൊബൈലിലെ ChatGPT ആപ്പിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഈ പ്രോംപ്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് എ കാരിക്കേച്ചർ ഓഫ് മീ ആൻഡ് മൈ ജോബ് ബേസ്ഡ് ഓൺ എവറിത്തിങ് യു നോ അബൌട്ട് മീ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂടി കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. എത്രമാത്രം വിവരങ്ങൾ നിങ്ങൾ കൊടുക്കുന്നോ അത്രമാത്രം നല്ല കാരിക്കേച്ചർ കിട്ടും. ഉദാഹരണം ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കാം. സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രം നോക്കിക്കേ. ഞാൻ എൻ്റെ ഒരു നല്ല ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രോംപ്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്തു. പിന്നെ 4 എക്സ്ട്രാ വിവരം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനൊരു ജേർണലിസ്റ്റ് ആണെന്നുള്ള കാര്യം, പിന്നെ എനിക്ക് യാത്രകളും ഭക്ഷണവും സിനിമയും ഇഷ്ടമാണെന്നുള്ള കാര്യവും. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ AI എനിക്ക് ക്രിയേറ്റ് ചെയ്തു തന്ന ഇമേജ് ഇതാണ്. അതായത് നമ്മൾ കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ഫോട്ടോ മോഡിഫൈ ചെയ്ത് അവർ ഒരു പുതിയ ഔട്ട്ലുക്കിൽ സെറ്റാക്കി ഇങ്ങ് തന്നിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, അവരതും ചെയ്തു തരും. എന്നാൽ പിന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും, AIക്ക് നമ്മുടെ ഫോട്ടോയൊക്കെ കൊടുത്ത് ചെയ്യിക്കുന്ന ഈ പരിപാടി കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് നാണയത്തിനും ഒരു 2 വശം ഉണ്ടെന്നാണല്ലോ. ഇതിനുമുണ്ട് ചില പ്രശ്നങ്ങൾ. അത്ര നിസ്സാരമല്ല, ചില ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ഈ ട്രെൻഡിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയ്ക്കൊപ്പം ജോലി, താല്പര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സ്വകാര്യ വിവരങ്ങൾ കൂടിയാണ് ChatGPTക്ക് നൽകുന്നത്. ഒരു ചിത്രത്തിനൊപ്പം ഇത്രയധികം വിവരങ്ങളും AIക്ക് നൽകുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് ഇത് സഹായകരമാകും. ഒരുപക്ഷേ ChatGPTയിൽ ഒരു ഡേറ്റ ചോർച്ച ഉണ്ടായാൽ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും നാളെ നിങ്ങൾ പോലും അറിയാതെ മറ്റൊരാളുടെ കയ്യിൽ ചെന്നിരിക്കും. അതായത് ഈ ചിത്രത്തിൽ കാണുന്നയാളുടെ ജോലി ഇതാണ്, ഇയാൾക്ക് ഇന്നതൊക്കെ ഇഷ്ടമാണെന്നുള്ള വിവരങ്ങൾ. നാളെ അത് നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾക്കോ എന്തിന് ബിസിനസ് ആവശ്യങ്ങൾക്കും വരെ ഉപയോഗിച്ചേക്കാം. പിന്നെ ഏറ്റവും അപകടം പിടിച്ച കാര്യം, നിങ്ങളുടെ മുഖം വെച്ച് വേണമെങ്കിൽ നാളെ ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഫോട്ടോകളും നിർമ്മിക്കപ്പെടാം. അതായത് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തെന്ന് വരെ കാണിക്കാൻ ഇത് കാരണം സാധിക്കും. ഈ AI യുഗത്തിൽ അത് ഒറിജിനൽ അല്ല, ഫേക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ ഒരുപാട് വിയർക്കേണ്ടി വരും. ചുരുക്കത്തിൽ തമാശയ്ക്കായി നൽകുന്ന ഈ വിവരങ്ങൾ ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ സുരക്ഷയെ വരെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രൈവസി പോളിസി അടക്കം വായിച്ചു നോക്കിയിട്ടേ ഇതൊക്കെ ചെയ്യാൻ നിൽക്കാവൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.